നോമ്പിന്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഞായറാഴ്ച നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമായൊക്കെ സഭ നൽകിയിരിക്കുന്ന വചനഭാഗം സക്കേവൂസിൻ്റെതാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതമായ കഥയാണ് കുള്ളനായ സക്കേവൂസിന്റെ, ചുങ്കക്കാരനായ സക്കേവൂസിന്റെ യേശുവിനെ കാണാനുള്ള യാത്ര. അതുകൊണ്ട് ആ കഥയെക്കുറിച്ച് കൂടുതലായൊന്നും പറയുന്നില്ല, മറിച്ച് ആ കഥയ്ക്ക് ശേഷം എഴുതപ്പെട്ട മനോഹരമായ ഒരു ചെറിയ കഥ അത് പറയാം എന്ന് കരുതുന്ന കഥ ഇങ്ങനെയാണ്. ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിന് ശേഷം സക്കേവൂസും തൻ്റെ പ്രിയപത്നിയും 2 മക്കളും കൂടെ വളരെ സന്തോഷത്തോടെ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് നയിക്കുകയാണ്. സക്കേവൂസിന്റെ ഭാര്യ മക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്നില്ലല്ലോ എന്നൊക്കെ സംശയം തോന്നും. കഥയിൽ ചോദ്യങ്ങളില്ല. അവരിങ്ങനെ വളരെ സന്തോഷമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സക്കേവൂസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സക്കേവൂസ് എല്ലാ വീക്കെൻഡ്സിലും, അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു പൊതിച്ചോറുമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകും. അത് രാവിലെ തന്നെ ഇറങ്ങും. രാത്രി വളരെ വൈകിയാണ് മനുഷ്യൻ തിരിച്ചു വരുന്നത്. ഇത് ആഴ്ചകളായി, മാസങ്ങളായി, അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സക്കേവൂസിന്റെ ഭാര്യയോട് കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എടി നിന്റെ ചേട്ടന് വല്ല ചിന്ന വീടും പരിപാടിയുണ്ടോ? അതുവരെ അവിശ്വാസത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതിരുന്ന സക്കേവൂസിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ചെറിയൊരു സംശയം. ഇനി സക്കുവേട്ടൻ എന്തായാലും സംശയം തീർക്കാൻ ഭാര്യ തീരുമാനിക്കുകയാണ്. എന്നിട്ട് തന്റെ മൂത്ത മകനോട് പറഞ്ഞു, എടാ നാളെ അപ്പച്ചൻ പൊതിച്ചോറുമായിട്ട് പോകുമ്പോൾ നീ പുറകെ പോകണം, കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. മൂത്ത മകൻ വിശ്വസ്തനാണ്, കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാമെന്ന് വാക്കും കൊടുത്തിട്ട് പിറ്റേ ദിവസം അപ്പൻ പൊതിച്ചോറുമായിട്ട് ഇറങ്ങിയപ്പോൾ പുറകെ പോകാൻ തുടങ്ങി, പയ്യെ. അപ്പോൾ ഉണ്ടല്ലോ, ഈ സക്കേവൂസ് താൻ അന്ന് കയറിയിരുന്ന ആ സിക്കമോർ മരത്തിലേക്ക് വീണ്ടും വലിഞ്ഞു കയറുകയാണ്. അവിടെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. എന്നിട്ട് ഉച്ചയായപ്പോഴേക്കും തൻ്റെ കയ്യിൽ ആ പൊതിച്ചോറ് തുറന്ന് ചോറൊക്കെ കഴിച്ച് വീണ്ടും അവിടെ തന്നെ വിശ്രമിക്കുകയാണ്. നേരം സന്ധ്യയായപ്പോൾ സക്കേവൂസ് വീണ്ടും പാടുപെട്ട് താഴേക്ക് ഇറങ്ങുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ സക്കേവൂസ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. സക്കേവൂസ് എത്തുമ്പോൾ തന്നെ മൂത്ത മകൻ ഓടി വീട്ടിലേക്ക് എത്തിയിട്ട് സക്കേവൂസിന്റെ ഭാര്യയോട് കാര്യം പറയാണ്, അമ്മേ നമ്മുടെ അപ്പച്ചൻ എന്തോ പറ്റിയിട്ടുണ്ട്, അപ്പൻ്റെ തലയുടെ വിരിയിൽ എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ വേഗം ആശുപത്രി കാണിക്കണം നല്ലത്. ഭാര്യയ്ക്കും ആകെ വിഷമമായി. സക്കേവൂസ് തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ നല്ല ചൂട് കാപ്പി ഇട്ട് കൊടുത്തിട്ട് സക്കേവൂസിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ എന്താ പറ്റിയേ, എന്തോ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്നുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും ഭാര്യ വിവരിച്ചു കൊടുക്കുകയാണ്. സക്കേവൂസ് ആകട്ടെ തൻ്റെ പ്രിയപത്നിയെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എടി വണ്ടിപ്പെണ്ണേ, ഞാൻ എല്ലാ ആഴ്ചയും ആ സിക്കമോർ മരത്തിലേക്ക് പോകുന്നത് എനിക്ക് തലയ്ക്ക് വട്ടായിട്ടല്ല. ഞാൻ ക്രിസ്തുവിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആ സിക്കമോർ മരത്തിലാണ്. ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ അനുഭവിച്ച ആ ക്രിസ്തു അനുഭവത്തെ, ഞാൻ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ അനുഭവത്തെ വീണ്ടും പുതുക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പുകാലം ഈ സക്കേവൂസിനെ പോലെ ക്രിസ്തു അനുഭവം പുതുക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. സക്കേവൂസിനെ പോലെ നമുക്കും നമ്മുടെ പഴയ സിക്കമോർ മരങ്ങളിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ യേശുവിനെ സ്വന്തമാണെന്ന് കരുതിയ ചില നിമിഷങ്ങളില്ലേ, യേശു എൻ്റെ അപ്പനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ യേശുവിൻ്റെ നല്ല സുഹൃത്താണെന്നോ ചേട്ടനാണെന്നോ അനിയനാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ നിമിഷങ്ങളില്ലേ, ആ നിമിഷങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. എന്നിട്ട് കർത്താവിൻ്റെ പഴയ സ്നേഹത്തെ കുറച്ചുകൂടി ഒന്ന് ആസ്വദിക്കാനും ആ സ്നേഹത്തിൽ നിലനിൽക്കാനും ഒക്കെ ആയിട്ട് ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.